ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നമ്മുടെ മുമ്പാകെ എത്തുവാൻ ദൈവം തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കും. അസ്വസ്ഥതയുള്ള ലോകത്തിൽ ആകാംക്ഷാഭരിതരായിരിക്കുന്ന ജനക്കൂട്ടത്തിന് നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പലായനം ചെയ്യുന്നൊരു കാലഘട്ടം. ഇവിടെ ആണ് ദൈവത്തിൻ്റെ കൃപയുടെ ആ സുവിശേഷത്തിൻ്റെ ശക്തി. അത് ഉൾക്കൊള്ളുന്നവർക്ക് അത് അനുഗ്രഹമാണ്. നാളുകളായി നാം ഈ ശുശ്രൂഷ പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷയിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അനേകരെ ദൈവവചനം കേൾക്കുന്നു, അത് വിടുവിക്കപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള ആ മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിലുപരിയായി അനേകരെ പ്രാർത്ഥനയ്ക്കായും ദൈവാലോചനയ്ക്കായിട്ടുമൊക്കെ വിളിക്കുന്നു. അവർക്ക് വേണ്ടിയും ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും ആലോചന കൊടുക്കാനും ദൈവം സഹായിക്കുന്നു. തുടർന്ന് ദൈവ മേഖലയിൽ നമ്മെ ഈ പുതുവർഷക്കാലം അനുഗ്രഹമായി നടത്താൻ ദൈവസന്നിധി നമുക്ക് വിനയപ്പെടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് നിൻ്റെ വചനവുമായി കർത്താവെ ഒന്നിച്ചതിനെ മഹത്വപ്പെടുത്താൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അറിയുന്നത് പോലെ മനസ്സിലാക്കുന്ന പോലെ അസ്വസ്ഥയുള്ള കാലഘട്ടം. ആരിവിടെ സഹായിക്കും കർത്താവെ? നീ ഒഴികെ ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വിനയപ്പെടുന്നു, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. വിശേഷിയായി മണിക്കൂറുകളിൽ നിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ നിൻ്റെ മക്കളോട് വിളിച്ചു പറയാൻ എളിയവന് വരം തരണേ, കൃപ തരണേ, ദൈവാത്മാവിൽ ശക്തീകരിക്കണേ, ദൈവകൃപയുടെ ജ്ഞാനത്തോടും പരിശുദ്ധാത്മം നിറവോടും അനുഗ്രഹീതമായി ദൈവവചനത്തിൻ്റെ ആലോചന സ്വർഗീയ ദൂത് സ്വർഗം നൽകി സഹായിക്കണം. തിരുനാമത്തിൻ്റെ മഹത്വം എല്ലാ ശിഷ്ടത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാൻ വീണ്ടും വീണ്ടും എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല. അതുപോലെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഇവൻ എ സിംഗിൾ മിനിറ്റ് ഈസ് എ മിറക്കിൾ. ദൈവം തരുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഒരു അത്ഭുതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന് വിനയപ്പെട്ട് ദൈവത്തോട് പറ്റിയിരിക്കാൻ എല്ലാവരെയും സഹായിക്കും. ഈ മണിക്കൂറിൽ ദൈവൻ്റെ ഉള്ളത്തെ പ്രകാശം തന്ന വേദവചനം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എന്താ വാക്യം? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ, വരുത്തണമേ. ഇതാണ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് യെരമ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്ന് നമുക്ക് പറയാം. അന്നത്തെ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എന്ന കാലങ്ങളും വർഷങ്ങളും അത് കടന്നു പോയെങ്കിലും അതിനേക്കാൾ വളരെ ഗൗരവമായ മേഖലയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു അന്തരീക്ഷം ഇതിനകത്തുണ്ട്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം ഇല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ഈ കാലത്ത് ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അനേക ദൈവദാസന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായത് കേട്ടോ. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും എന്തോ ഒരു കുറവല്ലേ? അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്ന? ദൈവമേ, പണ്ട് ഞങ്ങൾ അനുഭവിച്ച ഒരു ദൈവകൃപയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു ആശീർവാദമുണ്ട്, അതൊന്ന് മടക്കി തരണേ. ദാറ്റ് ഗുഡ് ഓൾഡ് ഡേയ്സ്. ഇതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവസനെ നമ്മളും വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ. അപ്പം എന്തോ നഷ്ടപ്പെട്ടല്ലേ? അതാണ് ഇതിൻ്റെ അർത്ഥം. മടക്കി തരണേ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പണ്ടത്തെ പോലെ. അതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കും. എന്താ സംഭവിച്ചത്? നഷ്ടപ്പെട്ടു പോയതാണെന്നോ ഇത്? അല്ല, ജനം ദൈവത്തിങ്കൽ നിന്ന് പിന്മാറി. നിത്യനും പരിശുദ്ധനുമായ ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവം എങ്ങും പോകുന്നില്ല. ഒരു ശക്തിക്കും കുറവില്ല, ഒരു കൃപയ്ക്കും കുറവില്ല. പിന്നെ എവിടെയാണ് തകരാറ്? മനുഷ്യനകന്നുപോയി അല്ലേ? ശാന്തമായി പരിശോധിച്ചേ. അതുകൊണ്ട് അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു. മടക്കിത്തരാൻ ആത്മഭാരമുള്ള ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം. ആ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു പ്രിയരെ ഈ കാലഘട്ടങ്ങളിലേ. വേദവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യമാണത്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവജനം കേൾക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ ദൈവജനം
അവർ പ്രാർത്ഥിക്കണം. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവിടെ ദൈവജനത്തോടാണ് ഈ മിനിറ്റുകളിൽ, ഈ മണിക്കൂറുകളിൽ ആലോചന പറയും, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ കരുണ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാനിടയാകണം. ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്നാണ് പ്രാർത്ഥന. ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ദൈവസന്നിധി നമ്മൾ യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ മാനസാന്തരം. ദൈവസന്നിധി അന്യപ്പെട്ടു പോയവൻ മടങ്ങി ദൈവത്തിൻ്റെ സന്നിധി വരുന്ന ആ മാനസാന്തരം, ആ മടങ്ങി വരവ്. when you reconcile with the Lord in all the areas of your life, ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും ദൈവവുമായി നിരപ്രാപിച്ച് കഴിയുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവ തുറക്കും. അതിനാണ് നമ്മൾ കാംക്ഷിക്കുന്നത്. എങ്ങനെ കാംക്ഷിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? ചെറിയ ആഗ്രഹമല്ല കേട്ടോ. 48-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് പറ്റിച്ചേരുവാൻ കാംക്ഷിക്കുന്നു. ആ ഒരു വാഞ്ച, ഒരാഗ്രഹം, താല്പര്യം നമ്മുടെ ഉള്ളങ്ങളുണ്ടാകട്ടെ. പണ്ടത്തെ കാലത്തെ നന്മ അനുഭവിച്ച, ആത്മീയ ഉണർവിന് സാക്ഷ്യം വഹിച്ച പിതാക്കന്മാർ ഈ പ്രാർത്ഥന കഴിച്ചു. എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് ജീവിച്ചിരുന്ന പിതാക്കന്മാരൊക്കെ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 83-ലെ ഉണർവ്, 99-ലെ ഉണർവ്, 103-ലെ ഉണർവ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് ദൈവാത്മാവിൻ്റെ ഒരു ഉണർവ്, ഒരു വ്യാപാര ശക്തി എല്ലാവരും അനുഭവിച്ചു. എന്ന് വെച്ചാൽ മറ്റൊന്നും അവർക്ക് വിഷയമല്ല. ഓൺലി ഗോഡ്, യേശു, ദൈവം മാത്രം. ഓടുക, മണിക്കൂറുകൾ യാത്ര ചെയ്താണെങ്കിലും ഒരു ദൈവവചനം കേൾക്കാനുള്ള താല്പര്യം, ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുന്ന ആത്മീയ അനുഗ്രഹത്തിൻ്റെ അനുഭൂതി. ഗ്ലോറി ടു ഗോഡ്. എത്ര ചിന്തിക്കുമ്പോൾ തന്നെ സന്തോഷം വരുന്നു. ദൈവത്തിന് മഹത്വം ഇല്ലേ? അപ്പൊ എങ്ങനെയാ ഇന്നെല്ലാം നഷ്ടപ്പെട്ടോ? അപ്പോഴും ഒരു മറുവശമുണ്ട്. ഏലിയാവിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ബാലിന് മുട്ടുകുത്താത്ത ഒരു 7000 പേരെ ഞാനിവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അത് എടുത്ത് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു വാക്യമാണ്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഈ കാലങ്ങളിലും അങ്ങനെ ഒരു ശേഷിപ്പുണ്ട്. There is a remnant in these days as well. ഈ കാലഘട്ടങ്ങളിലും അങ്ങനെ ഒരു ശേഷിപ്പുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അർത്ഥമാക്കുന്നത്, അങ്ങനെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ ഒരു കൂട്ടം ജനം ഇന്നും കൊണ്ടൊരു ശേഷിപ്പ് കേട്ടോ, ഇല്ലേ? ആ ശേഷിപ്പിനായി നമുക്ക് അവരൊന്നായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു നല്ല കാലം, ആത്മീയ ശക്തിയുടെ, ഉണർവിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന, പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായി പരിശുദ്ധാത്മ നിറവ് ജീവിതം നിങ്ങൾ ദൈവസന്നിധിയിൽ, ആമേൻ, ഈ ഭൂമിയിൽ ഒരു ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി ശോഭിക്കാൻ അതിന് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് വേണം. ദൈവം അകന്നിരുന്നാലൊക്കത്തില്ല. ദൈവം വിടാ. മലയാളത്തിലൊരു കവി ഒരിക്കൽ പാടി, വിണ്ണിലുറങ്ങുന്ന ദൈവമോ മണ്ണിലുറങ്ങുന്ന മനുഷ്യനോ, അന്ധനാര് അന്ധനാര് അന്ധനാര്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. ദൈവം അന്ധനാണോ? അല്ല. മനുഷ്യൻ അന്ധത പിടിച്ചു പോയി. മടി, ഒരു മറുപടി ഉണ്ട്, ഒരു വിടുതലുണ്ട് കേട്ടോ. എങ്ങനെ? ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് പണ്ടത്തെ കാലം, എന്താ പണ്ടത്തെ കാലം അല്ലേ? ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ തിരുവചന വെളിച്ചത്തിൽ മാത്രം ഞാനൊരു കാര്യം അവിടെ നിന്നുകൊണ്ട് പറയാനായിട്ട് ഓർപ്പിക്കുകയാണ്. അതായത് യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കിൽ യോബ് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാം. പണ്ടത്തെ കാലത്തെക്കുറിച്ച്. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, കാലങ്ങളിലെ പോലെ, ദൈവമേ നീ എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അത്യുന്നതൻ്റെ ദീപം തൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. എൻ്റെ വെളിച്ചത്തെ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. എൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ശുഭകാലം. മനസ്സിലായിരുന്നു? ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക, ജീവിതാനുഭവങ്ങളിൽ നല്ല അനുഗ്രഹത്തോടൊക്കെ ജീവിച്ച, പക്ഷേ തിങ്സ് ചേഞ്ച്, കാര്യങ്ങൾ പെട്ടെന്ന് മാറി. യോബിനെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ പിശാചിൻ്റെ ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടു അങ്ങനെ അനുഭവിച്ച ആ പാവം കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു. പക്ഷേ എങ്കിലും ഓൾഡ് മെമ്മറീസ്, പണ്ട് തന്നെ കാത്ത ദൈവം ഉണ്ട് ഇന്നും. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താ നാളുകളുടെ പ്രത്യേകത? അത്യുന്നതൻ്റെ ദീപം, ദൈവത്തിൻ്റെ ദീപം തൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചെന്ന്. ദൈവത്തിൻ്റെ ദീപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിച്ചമല്ലേ? എത്ര അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സഖ്യത കൂടാരത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. സർവശക്തൻ നമ്മുടെ ഭവനത്തിൽ വസിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്.
ആകാശം ഭൂമി സൃഷ്ടിച്ച ദൈവം നിന്നോട് കൂടെ ചേർന്ന് നടക്കും, നിന്റെ കുടുംബത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ ഇത്ര അനുഗ്രഹമാണ്. ആ വണ്ടർഫുൾ ഇറ്റ് ഈസ്. അതൊരു പ്രിവിലേജ് അല്ലേ, വലിയൊരു പദവിയല്ലേ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. എൻ്റെ മക്കൾ എന്നോട് കൂടി ചുറ്റും ഇരുന്ന ആ ഒരു നല്ല ശുഭകാലത്തെക്കുറിച്ചാണ് ഇവിടെ അപേക്ഷിക്കുന്നത്, പറയുന്നത് കേട്ടോ. ഇവിടെ ദൈവത്തിൻ്റെ ദീപം തലയ്ക്ക് മീതെ കത്തി എന്ന് പ്രകാശിക്കുന്നു പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ് അനുഭവം. നമുക്കറിയാം, ദീപം പ്രകാശം തരുന്ന അല്ലേ, വെളിച്ചം തരുന്ന. വെളിച്ചമുള്ളതുകൊണ്ട് അത് ഇരുട്ടിൽ കൂടെ നടക്കാൻ നമുക്ക് സഹായമാണ്. ഇരുട്ട് വെളിച്ചം വേണം. അതാണ് ദീപത്തിൻ്റെ പ്രത്യേകത, വെളിച്ചം അല്ലേ. എന്ന് മാത്രമല്ല, അന്ധകാര പർവ്വതങ്ങളിൽ കാലുകൾ ഇടറാതെ ജയകരമായി മുന്നോട്ട് നീങ്ങാൻ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. ദൈവം വെളിച്ചം നമ്മെ സഹായിക്കും. ഈ വെളിച്ചത്തിൽ നടക്കണം. ഉണ്ടോ? ഈ വെളിച്ചം നമുക്ക് ഇന്ന് ഇവിടുന്നാണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ലേ. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പം ദൈവവചനത്തിൻ്റെ ആ ശക്തിയും സാന്നിധ്യവും ഒക്കെ നമ്മുടെ ഭവനത്തിൽ എത്രയുണ്ടോ അവിടെ ദീപം, അവിടെ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നു. 27-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? അല്ലേ, ഞാൻ ആരെ ഭയപ്പെടും? അപ്പം ദൈവം വെളിച്ചമായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അഷുറൻസ് ആണ്, വലിയൊരു സെക്യൂരിറ്റി, ഒരു വലിയ ഭദ്രതയോടെ ഉണ്ട് അതിനകത്ത് കേട്ടോ. ദുഷ്ടശക്തികൾ ഇരുട്ടിൽ കൂടെ നിന്നെ തകർത്ത് കളയാതെ, നിന്റെ തലമുറയെ തകർത്ത് കളയാതെ, നിന്റെ ഭവനത്തിൽ കയറാതെ ഒക്കെ ഈ വെളിച്ചം സഹായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആ വെളിച്ചമാകുന്ന കർത്താവ് നമ്മുടെ തലയ്ക്ക് മീതെ എന്ന് വെച്ചാൽ ഇറ്റ് ഓൾവേസ് വിത്ത് യു. തലയ്ക്ക് മീതെ എന്ന് പറഞ്ഞാൽ നിന്നെ മൊത്തത്തിൽ കവർ ചെയ്ത് ആ വെളിച്ചം നടത്തുക. ഇങ്ങനെയാണ് എന്താ ഗുണം? 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കേട്ടോ, തിന്നത് ദീപം നിന്റെ തലയ്ക്ക് മീതെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നീ ആയിരുന്നാൽ നീ പ്രകാശിക്കും. അതിനൊക്കെ ഒത്തിരി ചരിത്രമുണ്ട്, മോശയുടെ തൊട്ട് പറയാനുണ്ട്, സമയമില്ല അങ്ങോട്ട് പോകാൻ. When a person is moving with the Lord, he enjoys the light that God has granted to him in every situation. ദൈവത്തോടു കൂടെ നമ്മൾ വെളിച്ചം, കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന് വെളിച്ചമാ. God himself, he is the light. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പ്രകാശമാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന പേർപ്പെട്ടവരും ഒരു കാര്യം ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ലജ്ജിപ്പിക്കപ്പെടാവുന്ന, ക്ഷീണിച്ചു പോകാവുന്ന ഒത്തിരി വിഷയങ്ങൾ വരും കേട്ടോ. ദൈവപൈതലായാലും എന്താ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, മനപ്പീഡകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം, ഭവനത്തിലെ അസ്വസ്ഥത, സാമ്പത്തിക ബുദ്ധിമുട്ട്. ഞാൻ പലപ്പോഴും ഇന്ന് രാവിലെയും വിളിച്ചു, ദൂരെ നിന്നൊക്കെ വിളിക്കുന്നു, വേദനയുള്ള വിഷയങ്ങൾ, സാധാരണ വിഷയങ്ങൾ, വെരി അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, പ്രതീക്ഷിക്കാത്ത ഭാരങ്ങളിൽ കൂടെ പോകുന്ന അനേകരെ വിളിക്കുന്നു. ഇവർക്കൊക്കെ ഒറ്റ റെമഡിയേ ഉള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സമീപസ്ഥനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അവരെ വിടുവിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പം ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, അങ്ങനെ നീ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ്, നീ അത്യുന്നതൻ്റെ ദീപം അഥവാ ദൈവത്തിൻ്റെ പ്രകാശം നിന്റെ ഭവനത്തിലും നിന്റെ വീട്ടിലും നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ലജ്ജിക്കത്തില്ല കേട്ടോ. അതൊരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ ഉൾക്കൊള്ളാൻ ദൈവാത്മാവിടെ ആക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഒരു മറുവശം പറഞ്ഞാൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദീപം നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിച്ച ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, ദൈവ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല. അതൊരു അഷ്വറൻസ്. ഈ മണിക്കൂറുകൾ ഉറക്കണം. യെസ്, ഐ നോ, അനേകർ ഭാരത്തോടെ വേദനയോടെ രാവിലെ ഈ മണിക്കൂറുകളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യത്തിന് വേണ്ടി പറയുക, ദൈവത്തിൻ്റെ ദീപം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വെളിച്ചം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ കൈവിടുന്ന ദൈവമല്ല, ആ പ്രകാശത്തിനെ നടത്താൻ. അപ്പം യോബ് എന്നാ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് എന്താ?
തീർന്നു. യോബ് പറയുന്നു, എൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സഖ്യത കൂടാരത്തിൽ എന്ന് വെച്ചാൽ ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ഗാഡ് വിത്ത് യു, അല്ലേ? ഇൻ യുവർ ഹൗസ്. ഭവനത്തിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് കേട്ടോ. ഭവനമല്ലേ നമുക്കെല്ലാം. നമ്മൾ എവിടെ പോയാലും എന്തോ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലണം, അല്ലേ? ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്, ഒന്ന് ഇരിക്കുക, സ്വാതന്ത്ര്യമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്നു, ഇടപെടാൻ പറ്റുന്നൊക്കെ അവിടെ കേട്ടോ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഭവനം എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യതയുണ്ടോ? ദൈവം കൂടുണ്ടോ? എന്നുവെച്ചാൽ ഒരു സ്നേഹിതനെ പോലെ കർത്താവ് നിന്റെ ഭവനത്തിൽ വന്ന് വസിക്കുക. ഈ ഒരു അനുഭവം സാധ്യമാവും? നടക്കുമോ? ദൈവം നമ്മുടെ കൂടാരത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഉണ്ടെന്ന് പറയുന്ന അവസ്ഥ എത്ര മഹത്വം! ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്! അത്ഭുതമല്ലേ? ആരാ ദൈവം? ഉന്നതങ്ങളെ വസിക്കുന്ന ദൈവം, താണകാര്യങ്ങളെ സൂക്ഷിച്ചറിയുന്ന ദൈവം. ആ ദൈവം നിൻ്റെയോട് വന്ന് നിൻ്റെ വീട്ടിൽ പാർക്കുക എന്ന് പറഞ്ഞു, അല്ലേ? കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചിലരുടെയൊക്കെ ഭവനങ്ങളിൽ പോയി, ചിലയിടത്ത് വാർത്ത ഭവനമുണ്ട്, ചെന്നേച്ച് പോകുന്ന ഭവനമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇവിടെയൊക്കെ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒറ്റ വിസിറ്റ് തന്നെ ഒത്തിരി വിടുതലും അനുഗ്രഹവും നൽകിയിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സഹിതം കേട്ടോ, നമ്മോട് ചേർന്ന് എന്നുവെച്ചാൽ സോ ക്ലോസ്. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ ഒരു സ്നേഹബന്ധം ഉണ്ടോ കർത്താവുമായിട്ട്? അത് ചോദിക്കട്ടെ. നമ്മൾ ഈ പണ്ടത്തെ കാലം മടക്കി തരണേന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവമായിരുന്നു അന്ന്. That means you were so close to God and you walked with God. നീ ദൈവത്തോട് അടുത്ത്, ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന് അവനോട് സംസാരിച്ച് ജീവിച്ച ഒരു കാലം. അനുഗ്രഹീതമായ ആ നന്മയുടെ നാളുകൾ. എത്ര സന്തോഷം! നീ ശാന്തമായി പരിശോധിച്ചേ. ഇത് ആത്മീയ അനുഭവത്തിൽ ജീവിച്ചവരുടെ കാര്യം ഞാൻ പറയാം. അല്ലാത്തവരെന്തോ ഒന്നും അനുഭവിക്കാത്തവരും ഉണ്ടല്ലേ. അവരോടും പറയാം, ഈവൻ യു ക്യാൻ, നിനക്കും ഈ അനുഗ്രഹം പ്രാപിക്കാം കേട്ടോ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ്, ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്, ഇത് സത്യമാണെങ്കിൽ. ചില സമയത്ത് ഞാൻ ഹൈന്ദവ സഹോദരങ്ങളോടൊക്കെ വഴിയാത്രയിലൊക്കെ സംസാരിക്കും, യാത്രാമണ്ഡലങ്ങളൊക്കെ സംസാരിക്കും. അത് ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം എന്ന് പറയും. ഒരു വ്യക്തിയെ സ്നേഹിതനായി പരിചയപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞ് ചിലപ്പം ഷെയർ ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയ പ്രാർത്ഥനയോട് പറയും. അപ്പം ഞാൻ ഒടുവിൽ അവരോട് പറയും, ഞാനിതൊന്നും പറഞ്ഞ് നിർബന്ധിക്കുമൊന്നുമല്ല, അങ്ങനെയൊന്നും ധരിക്കല്ലോ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി നിങ്ങൾ ഏതെങ്കിലും നാമത്തിൽ പ്രാർത്ഥിക്കും. യു ഗോ പ്രേഡ് എനി നെയിം, ദൈവമേ, ഈശ്വരനെ, ഭഗവാനെ, ഏതെങ്കിലും വിളിച്ചു ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു സാറ് വഴി കണ്ടു, പരിചയപ്പെട്ടു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ, എന്നൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. എനിബഡി, ആരെന്നില്ല കേട്ടോ, ഏത് മനുഷ്യനും. അതുകൊണ്ടാ യെശയ്യാപ്രവാചകൻ പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സഖ്യത അനുഭവിപ്പാനിടയാകട്ടെ. എന്ന് മാത്രമല്ല, സർവശക്തൻ എന്നോടുകൂടെ ഇരിക്കുന്ന ഒരവസ്ഥ. ദൈവത്തിൻ്റെ സഖ്യത ഭവനത്തിലുള്ളതിനെ കുറിച്ച് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞത്. എന്നാൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നൊരവസ്ഥ എന്ത് വെച്ചാൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ. ഇതിനെൻ്റെ പ്രത്യേകത അതാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മോശ വലിയൊരു കൂട്ടം ജനത്തെയും കൊണ്ട് പോകാൻ ദൈവം പറഞ്ഞു, റൈസ് ഗോ, ഇതിനെ കൊണ്ട് പോകാൻ പറഞ്ഞു. വലിയ 30 ലക്ഷത്തിലധികം വലിയൊരു കൂട്ടത്തെയും കൊണ്ട് യാത്ര പുറപ്പെടാൻ. എന്തുകൊണ്ട്? മോശ അതുകൊണ്ട് ഈ വലിയൊരു ഭാരം. ഹൂ വിൽ ഫീഡ് ദം, ഹൂ വിൽ ഗിവ് ദം വാട്ടർ, ഹൂ വിൽ ഗിവ് ദം ഫുഡ്. ഈ വലിയ ജനത്തിന് ആര് ഭക്ഷണം കൊടുക്കും, ആര് വെള്ളം കൊടുക്കും? നീ എന്നോട് പോകാൻ പറഞ്ഞു, ആരെ എൻ്റെ കൂടെ അയക്കുമെന്ന് പറഞ്ഞില്ല. അതെടുത്ത് സ്ക്രിപ്ചർ വായിക്കാൻ സമയം എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു. ഓ വണ്ടർഫുൾ. പിന്നെന്തോ വേണം? കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ. ഈ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് മോശയെ അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമായി ഈ മരുഭൂയാത്രയിൽ നടത്തിയത്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് മഞ്ഞ കൊടുത്ത്, പാറയെ തുറന്ന് വെള്ളം കൊടുത്ത്,
ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് പിടിപ്പിക്കപ്പെട്ട അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപയുടെ പരിപാലനം എന്തെന്നറിയാമോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ പറയട്ടെ, ഈ സാന്നിധ്യം നിന്നോട് ഉണ്ടോ? നമ്മുടെ പിതാക്കന്മാരിത് അനുഭവിച്ചു കേട്ടോ. അവർ വലിയ പണക്കാരൊന്നും അല്ലായിരുന്നു. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇന്നത്തെ പ്രൗഢിയും വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ അത് ഓർക്കുന്നതല്ല കേട്ടോ. പക്ഷേ they were with the Lord. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഭക്തന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടത്തി മോശ തന്റെ ജനത്തെ കൊണ്ട് അങ്ങേ എത്തിച്ചത് കേട്ടോ. ഇതൊന്ന് മാത്രമല്ല, ദാവീദും പറഞ്ഞു എന്നാ 23:4, even though I walk through the valley of the shadow of death, കുരിന്റെ താഴ്വരയെ കൂടെ മരണനിഴലായി കൂടെ പോയാലും ഞാൻ ഭയപ്പെടുത്ത കാരണം നീ എന്നോടുകൂടെ ഉണ്ട്. ഇതൊരു വലിയ ധൈര്യമാണ്. മേക്ക് ഷുവർ, ഉറപ്പ് വരുത്തണം കേട്ടോ, കർത്താവ് കൂടെ ഉണ്ടോ. ഉണ്ടെങ്കിൽ ദൈവം മുന്നോട്ട് നടത്തും. ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല കേട്ടോ. യോബിൻ്റെ കാര്യം തൊട്ട് ഞാൻ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും ഇരുന്ന് ചെയ്യുന്ന ഒരു ശുഭകാലത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. മക്കൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. സങ്കീർത്തനം 20 നമ്മൾ വായിക്കുന്നു. മേശയ്ക്ക് ചുറ്റും ഉരുവിതകൾ പോലെ അല്ലേ. ഈ കുടുംബം എന്ന് പറയുന്ന വലിയൊരു സംഗതിയാണ് കേട്ടോ. ഏതൻ പർദീസ തുടങ്ങിയ ദൈവം കുടുംബത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത. നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി ജീവിപ്പിന് പറഞ്ഞാൽ കുടുംബത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ഇല്ലേ. നമ്മൾ ഓരോരുത്തരെയും നമ്മളിവിടെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ്? വ്യക്തികളെ ഇന്നടത്തെ ഇന്നാര് ഇല്ല, ഇന്നാരുടെ മോൻ, ഇന്നാരുടെ മോൾ, ഇന്ന കുടുംബത്തിലെ എന്നൊക്കെ പറയുമ്പോൾ കുടുംബം വലിയൊരു അനുഗ്രഹമാണ്. ആ കുടുംബത്തിൽ ആരുണ്ട്? കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒന്നിച്ചുള്ള ആ അനുഗ്രഹീതമായ അന്തരീക്ഷം, ഒരു ഹാർമോണിയസ് ഫങ്ഷനിങ്, ദൈവാത്മാവിൻ്റെ ആ സ്വാതന്ത്ര്യത്തുള്ളൊരു ജീവിതം. ഒന്നിച്ച് വന്നിരുന്നൊക്കെ ഒന്ന് പാടി ഒന്ന് പ്രാർത്ഥിച്ച് ഒക്കെ പോകുമ്പോൾ എത്ര അത് മാത്രമല്ല, ഈ ദൈവകൃപയുടെ കരങ്ങളിൽ നമ്മൾ ഒന്നിച്ച് ആ ദൈവാത്മാവിൻ്റെ കൺട്രോളിൽ നിൽക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം ആ ഭവനത്തിലുണ്ട്. മനസ്സിലായി? ഓട്ടോമാറ്റിക്കായിട്ട് ആ വലിയൊരു അനുഗ്രഹം ആ ഭവനത്തിൽ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇന്ന് വളരെ ദുഃഖമെന്ന് പറയട്ടെ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. 2 തീമോഥെയോസ് 3:1. മനുഷ്യദ്രവ്യാഗ്രഹികളും സ്വസ്നേഹികളും ബമ്പ് പറയുന്നവരും പിന്നെ ഏഷണിക്കാരും ദൂഷണം ഒത്തിരി ഉണ്ട്. എന്നാലും ഒരു കാര്യം, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത, അതാണ് ഇന്നത്തെ വലിയ ദുഃഖം. എവിടെ കൺട്രോൾ? എന്ത് ചെയ്യും? 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, കഴിഞ്ഞ ചില ദിവസങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ആ മെസ്സേജ് ഓർമ്മ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പഴയ ആൾക്കാർ പറയും അടക്കായ മടി വെക്കാൻ, അടയ്ക്കാൻ മരം വെക്കത്തില്ല കേട്ടോ. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് ദൈവാലോചന, ഇടക്കാലത്ത് ഒന്ന് തിരിഞ്ഞു പോയാലും മടങ്ങി വരും, അല്ലെ അവളും വരും. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൽ. പിന്നെ ഡെയിലി ലൈഫിൽ ഒന്നിച്ച് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ അപ്പൻ അമ്മ അവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ, അപ്പം അത് പിന്തുടർന്നുകൊണ്ട് ആലോചന, ഒരു നടത്തിപ്പ് നമ്മൾ അവർക്ക് കൊടുക്കാൻ തക്കവണ്ണം ഒരു ആകർഷണം ഉണ്ടാകണം. ദൈവ സാന്നിധ്യമുള്ള ഭവനങ്ങളിൽ അതിനുവേണ്ടി ഒത്തിരി ഒന്നും പ്രവർത്തിക്കേണ്ട. ബി ദെയർ. അങ്ങനെ ആയിരിക്കാൻ ദൈവാത്മാവ് അവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിൽ അസ്വസ്ഥ അനുഭവിക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നു. ജസ്റ്റ് ക്രൈ ബിഫോർ ദ ലോർഡ്. കർത്താവേ കരുണ ചെയ്യണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം ഈ മണിക്കൂറുകൾ വിടുവിക്കാൻ ശക്തനായി നമ്മുടെ നടുവിലുണ്ട്. യെസ്, പണ്ടത്തെ കാലം മടക്കി തരാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ഇല്ലേ? പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭവനത്തിൽ യേശു ഉണ്ടോ? അനേക ഭവനങ്ങളിൽ ബോർഡുണ്ട്, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഫാമിലി. ക്രിസ്തു വീടിൻ്റെ നായകൻ എവിടെ? ആരാ? ഞാൻ വിശദീകരിക്കുന്നില്ല. ശാന്തമായി പരിശോധിക്കണേ. മേക്ക് ഷുവർ, ഉറപ്പുവരുത്ത്. യെസ്, എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിനെ വിട്ടൊന്ന്. ഗാഡ് ഈസ് മൈ ഫസ്റ്റ്. എൻ്റെ പ്രയോറിറ്റി, എൻ്റെ മുൻഗണന എൻ്റെ ദൈവമാണ്. അത് കഴിഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒരു പ്രമാണമുള്ള ജീവിതമായിട്ട് നോക്കി, അറിയാത്ത നന്മ നിൻ്റെ ജീവിതത്തിൽ വരും, തലമുറയുടെ മേൽ വരും. ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിലൊക്കെ മൂല്യച്യുതി സംഭവിച്ചു പോയ ഈ കാലഘട്ടത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ലേവ്യന്മാരായി നിൽക്കാൻ ചിലരെ ഈ മണിക്കൂറുകളിൽ ദൈവം വിളിക്കുന്നു. പ്രാർത്ഥിക്കുമോ? അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. മക്കൾ മേശയ്ക്കുറ്റു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് അതോടെ തന്നെ ആത്മീയ ശുശ്രൂഷയുടെ ആയിരിക്കുന്നവരോട് പറയട്ടെ, കുടുംബങ്ങളെ കൊണ്ട് പറയട്ടെ, നമുക്കൊരു ആത്മീയ സന്തതികളുണ്ടോ? അവരും വേണ്ടേ? കുറച്ച് ഞങ്ങൾ ഇവിടെ ജീവിച്ച് എങ്ങനെയും തിന്നും കുടിച്ചും നട്ടും നനച്ചും കല്യാണം കഴിച്ചും കൊടുത്തും ഒക്കെ അവസാനിച്ച് 6 അടി മണ്ണിൽ തീരാനാണോ? ഇതിനപ്പുറത്തായിട്ടുള്ള നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവിതം ഒന്ന് കട്ടുപണി ചെയ്യാൻ
ഒരു കാര്യം ഞാൻ പറയാം, ടൈം ഈസ് ഫാസ്റ്റ് മൂവിങ്. ലോകസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇങ്ങനെ അധികം നാൾ പോകത്തില്ല, താമസിക്കല്ലേ. ഇപ്പോഴാ രക്ഷാ ദിവസം, ഇപ്പോഴാ സുപ്രസാദകാലം. കർത്താവേ, അണ്ടകത്തെ നല്ല കാലം അനുഭവിച്ചവർക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ മടങ്ങി വരണം, ഞങ്ങളെ മടക്കി വരുത്തണം. പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരണം. അല്ലാത്തവർ പ്രാർത്ഥിക്കണം, കർത്താവ് ഇങ്ങനൊരു ശുഭകാലം ഉണ്ടല്ലോ, അത് എനിക്കും അനുഗ്രഹമായി തീരാൻ, അനുഭവമായി തീരാൻ ഞാൻ എന്നെ വിനയപ്പെടുത്തുന്നു, എന്നെ സഹായിക്കണമേ. വേദനയിൽ, ഭാരത്തിൽ, കഷ്ടത്തിലായിരിക്കുന്നവരോട് പറയട്ടെ, മാറിപ്പോകാത്ത ദൈവങ്ങളുടെ സുവിശേഷത്തിൻ്റെ ശക്തിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവേദനയും ദൈവം കൈവിടത്തില്ല, നീ ലജ്ജിക്കത്തില്ല. അത്യുന്നതൻ നീ നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാം, തലകളമടക്കാം, പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നിന്റെ സാന്നിധ്യം, നിന്റെ വചനം നീ നൽകുന്നതിനായി സ്തോത്രം. നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റി പോലെയുമാണല്ലോ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളോട് ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേട്ട് എപ്പോഴപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വ്യക്തി നഷ്ടപ്പെടല്ലേ. കഴിഞ്ഞ കാല ഭക്തി മണ്ഡലങ്ങളിൽ ദൈവകൃപ അനുഭവിച്ച ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ പണ്ടത്തെ കാലം മടക്കിത്തരാൻ പ്രാർത്ഥിച്ച് അതിൽ യഥാസ്ഥാനപ്പെടാൻ ദൈവകൃപ കൊടുക്കും. ഇവരുടെ ദൈവത്തെ മനസ്സിലാക്കാതെ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം, അവരോട് നീ കരുണ കാണിക്കണേ കർത്താവ്. ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ വിടുവിക്കപ്പെട്ട് നിത്യതയുടെ അവകാശികളായി തീരാൻ ഈ ഭൂമിയിൽ നന്മയുടെ അനുഭവങ്ങളിലും അതിനപ്പുറത്തുള്ള ആത്മീയ ആ ശ്രേഷ്ഠതയുടെ നാളുകളിലേക്കും നടന്നെടുക്കേണ്ടതിന് ദൈവം എല്ലാ ജീവിതങ്ങളെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളോട്ട് ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ നാമടികൾ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.